ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഗണം തിരിച്ച് വൃത്തം ചമയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സാധാരണയായി മൂന്നക്ഷരമുള്ള കൂട്ടത്തെ ഗണം എന്ന് പറയുന്നു. മൂന്നക്ഷരം ചേർന്നതിന് ഗണമെന്നുക സംജ്ഞയാം എന്നാണ് AR രാജരാജവർമ്മ പറഞ്ഞിരിക്കുന്നത്. അതിന് ഉള്ള നിയമങ്ങൾ ഇങ്ങനെയാണ്. ആദി മധ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ ഭജസങ്ങൾക്ക് മനങ്ങൾ ഗല മാത്രമാണ്. ലഘു എന്ന് പറയുന്നത് നമ്മൾ ഈ വി ഒക്കെ എഴുതുന്ന പോലെ ചന്ദ്രക്കല അല്ല, വി പോലെ ഉള്ള ഒരു ചിഹ്നമാണ് ലഘുവിന്. ഗുരുവിന് നമ്മൾ കൊടുക്കുന്നത് ഒരു വര, ഹൈഫൺ, ആ ഒരു ചിഹ്നമാണ് ഗുരുവിന്. അപ്പം ആദ്യ ലഘു എന്ന് പറയുന്നത് യഗണമാണ്. കാരണം ആദ്യം ലഘു വന്നിട്ട് മറ്റേത് രണ്ടും ഗുരു ആകുമ്പോൾ. മധ്യ ലഘു എന്ന് പറയുന്നത് രഗണം. ലഘു എന്ന് പറയുന്നത് മധ്യത്തിൽ വരും, അപ്പുറം ഇപ്പുറം ഗുരു. അന്ത്യലഘു തഗണം, ഗുരു ഗുരു ലഘു അങ്ങനെ വരും. ആദ്യ ഗുരു ഭഗണം, ആദ്യം ഗുരുവും മറ്റേത് രണ്ടും ലഘുവും. മധ്യ ഗുരു ജഗണം, ലഘു അപ്പുറവും ഇപ്പുറവും, ഗുരു മധ്യത്തിലും വരുന്നത്. അന്ത്യഗുരു സഗണം, അന്ത്യത്തിലായിരിക്കും ഗുരു വരുന്നത്, മറ്റേത് രണ്ടും ലഘുവായിരിക്കും. സർവഗുരു, എല്ലാം ഗുരു ആയാൽ മഗണം. സർവലഘു നഗണം, എല്ലാം ലഘുവായാൽ നഗണം. ഇതിനെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി യരത, ഭജസ, മന എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.